നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടത്ത് ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. വ്യാഴാഴ്ച രാവിലെ 10:15 സംഭവം. അപകടത്തിൽ കാർ ഡ്രൈവറായ വരവട്ടൂർ തരങ്ങളാട്ട് വീട്ടിൽ അസീസിന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബസ് കണ്ടക്ടർ ഷാജിക്കും ഏതാനും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മയക്കുമരുന്ന് കേസിലും മോഷണ കേസിലും ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളി റിമാൻഡിൽ. SN പുരം സ്വദേശി മനപ്പള്ളി വീട്ടിൽ രതീഷിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. 2021 മേലടൂർ ജംഗ്ഷനിൽ വെച്ച് സർക്കാർ നിയമം മൂലം നിരോധിച്ച മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 20 ഗ്രാം ഉണങ്ങിയ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും കുഴൂർ വിളക്കുങ്കാൽ ജംഗ്ഷന് സമീപത്തുള്ള പറമ്പിൽ കെട്ടിയിട്ടിരുന്ന 3 പോത്തുകളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലും അറസ്റ്റിലായതിനു ശേഷം കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്ന രതീഷിനെ പിടികൂടുന്നതിനായി കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറണ്ട് പ്രകാരമാണ് രതീഷിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, SI റഷീദ് മുഹമ്മദ്, GS CPOമാരായ ഷറഫുദ്ദീൻ, സനേഷ്, ജിബിൻ, CPOമാരായ അഖിലേഷ്, ഹരികൃഷ്ണ, ഹോംഗാർഡ് വിനോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കാട്ടൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 3 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. സ്വർണ്ണപ്പണിക്കാരനും 20 വർഷത്തോളം എടമുട്ടത്ത് കുടുംബമായി താമസിച്ചിരുന്ന മഹാരാഷ്ട്ര ഗഡേജ് സ്വദേശി സന്തോഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സന്തോഷ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടമുട്ടത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 9,70,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലും പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO KC ബൈജു, SI സബീഷ്, CPO ജിതേഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട BJP മെമ്പർമാർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ BJP സ്ഥാനാർത്ഥികൾക്കും മറ്റത്തൂരിൽ BJPയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ BJP മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ, വിജയികളായ സുനിൽകുമാർ ചിനങ്ങത്ത്, VK അതുൽകൃഷ്ണ, ഷീജ അജിത്, അശ്വതി സുബീഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി PG ജയൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളായിരുന്ന KT ഹിതേഷ്, സുകന്യ സുബ്രഹ്മണ്യൻ, ആതിര സന്തോഷ് എന്നിവരെയും വാർഡുകളിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഷാൾ അണിയിച്ച് അനുമോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തലൂർ, AG ജയൻ, VK അതുൽകൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന വഴിയിൽ തകഴി പഞ്ചായത്തിൽ ഒരു പരിപാടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ ജില്ലയുടെ അധ്യക്ഷൻ അദ്ദേഹം വിളിക്കുകയായിരുന്നു. അപ്പോൾ 21-ാം തീയതി രാവിലെ പുതുക്കാട് കാഞ്ഞൂർ ചുങ്കം ചിറയത്ത് പറപ്പുള്ളി ജോണി ഭാര്യ റോസി അന്തരിച്ചു. സംസ്കാരം ഇന്ന് ഉച്ചക്ക് തിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. റോജ, അജി ഡേവിഡ്, ലിജി എന്നിവർ മക്കളും പോൾ, സൗമ്യ, റോബിൻസൺ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,360 രൂപയും പവന് 98,880 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.